ഹായ് മക്കളെ, കുറേ നാളായിട്ട് നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലേ, കിങ്സ് ലെവൻ ബാച്ചിലെ മക്കൾ കുറേ നാളായിട്ട് ചോദിക്കുന്നുണ്ട് നമ്മുടെ സൈലം മെറ്റീരിയൽ എങ്ങനെയാണ് ഒരു കിങ്സ് ലെവൻ സ്റ്റുഡൻറ്റ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മെറ്റീരിയൽ ഉപയോഗിക്കേണ്ടത്, ഏത് രീതിയിലാണ് നിങ്ങളത് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറേ നാളുകളായി നിങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് കിങ്സ് ലെവൻ്റെ കെമിസ്ട്രി മെറ്റീരിയലായിട്ടായിരുന്നു വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം, മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത ആളുകൾക്കറിയാം 3 മെറ്റീരിയലായിരിക്കും, 3 ബുക്കുകളായിരിക്കും നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിലും കിട്ടിയിട്ടുണ്ടാവുക. അതിൽ കെമിസ്ട്രിയിലെ 3 ബുക്കുകളാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ ബുക്ക് എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി ഈ ഒരു ബുക്കിൽ പറയുന്ന ചോദ്യങ്ങളുടെ സൊല്യൂഷൻസ് അടങ്ങുന്ന രണ്ടാമതൊരു ബുക്ക് കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിന് പുറമെ നമുക്ക് വലിയൊരു ബുക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇതുപോലൊരു വലിയ ബുക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, മൈൻഡ് മാപ്പുകളുള്ള ബുക്കാണ്. നമുക്ക് ഓരോ ബുക്കും എന്താണ് അതിൽ പറയുന്നത്, ഏത് രീതിയിലാണ് നിങ്ങളത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ ആദ്യം ഈ ഒരു ബുക്ക് എടുത്താൽ ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മെറ്റീരിയൽ എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ള തിയറി, ചാപ്റ്റർ വൈസ് ആയ ടോപ്പിക് വൈസ് ആയ തിയറി അതിലുണ്ട്. അപ്പോൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിൽ നിന്നുള്ള കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോൾവ്ഡ് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞാൽ നമ്മൾ കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്ക് മാത്രമല്ലല്ലോ പ്രിപ്പയർ ചെയ്യുന്നത്, ബോർഡ് എക്സാമിന് വേണ്ടി കൂടിയുള്ള പ്രിപ്പറേഷൻ ആണല്ലോ കിങ്സ് ലെവൻ ബാച്ച് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ബോർഡ് എക്സാം ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നെക്സ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ അതും അവിടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ബോർഡ് എക്സാം ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ടോപ്പിക് വൈസ് ചോദ്യങ്ങളായിരിക്കും. അത് ഏതൊരു ബിഗിനർക്കും ചെയ്യാവുന്ന ഈസി ആയ ചോദ്യങ്ങളായിരിക്കും ആ ഒരു ലെവലിൽ ഉണ്ടാവുക, ആ ഒരു ഭാഗത്തുണ്ടാവുക. അവിടുന്ന് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ജെഇ ആസ്പിരൻ്റ് ആണ് നിങ്ങളെങ്കിൽ ജെഇ ലെവൽ ചോദ്യങ്ങളിലേക്കായിരിക്കും നിങ്ങൾ പിന്നീട് പോകുന്നുണ്ടാവുക. നീറ്റ് ആസ്പിരൻ്റ് ആണെങ്കിൽ നീറ്റ് ലെവൽ ചോദ്യങ്ങളിലേക്കായിരിക്കും നെക്സ്റ്റ് സെഷൻ എന്ന് പറയുന്നത്. അതും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളൊരു ജെഇ ആസ്പിരൻ്റ് ആണെങ്കിൽ ജെഇ അഡ്വാൻസ് ലെവൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം അവിടെയുണ്ട്. ഓക്കെ, ദെൻ ഇത് കഴിഞ്ഞാൽ പിന്നെ നീറ്റ് അല്ലെങ്കിൽ ജെയുടെ PYQ സെഷൻ ആയിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ആക്ച്വലി ഇതിലെ ഒരു ചാപ്റ്ററിൽ ഉണ്ടാകുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് ഇത്രയുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ ദിവസവും നിങ്ങൾക്ക് ക്ലാസ്സിനനുസരിച്ച് അന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ച ടോപ്പിക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ, അത് ബോർഡ് എക്സാമിൻ്റെ ചോദ്യങ്ങളും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് പരീക്ഷയുടെ ചോദ്യങ്ങളും മെറ്റീരിയലിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അതത് ദിവസം കവർ ചെയ്യുന്ന ടോപ്പിക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാക്സിമം എത്രത്തോളം ചോദ്യങ്ങളാണ് നിങ്ങളൊരു ടൈം ഫിക്സ് ചെയ്യുക. ആ ഒരു ഫിക്സഡ് ടൈമിനുള്ളിൽ നിങ്ങൾ എത്രത്തോളം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അത്രയും നല്ലത്. മാക്സിമം നമ്പർ ഓഫ് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞാൽ അത്രയും ബെസ്റ്റ്. അപ്പോൾ ചില ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റക്കായി പോകും അല്ലേ, ചില ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലും എത്തുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് സ്റ്റക്കായി പോകും, മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വരുന്ന സമയത്ത് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ സൊല്യൂഷൻ ബുക്ക് യൂസ് ചെയ്യേണ്ടത്. കാരണം ഈ ചോദ്യങ്ങളുടെ എല്ലാം സൊല്യൂഷൻസ് ഇതിലുണ്ട്. അപ്പോൾ ആ സൊല്യൂഷൻ ബുക്ക് നോക്കുക, എവിടെയാണോ നിങ്ങൾ സ്റ്റക്കായത് അവിടെ എന്ത് പ്രശ്നമാണ് പറ്റിയതെന്ന് മനസ്സിലാക്കുക, ബുക്ക് അടച്ചു വെക്കുക, ആ ചോദ്യം വീണ്ടും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അല്ലെങ്കിൽ ഒരു തവണ കൂടി ആ ചോദ്യം സ്വയം ചെയ്ത് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക, എന്നിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവുക. അപ്പോൾ നിങ്ങളൊരു ഡെയിലി റുട്ടീൻ്റെ ഭാഗമായിട്ട് സൈലം മെറ്റീരിയൽ മാറണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി എന്തിനാണ് മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്? വലിയൊരു ബുക്കാണ്, നല്ല ഭംഗിയുള്ള ബുക്കാണ്. ഇതിൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററുകളുടെയും, ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാത്സിൻ്റെയും ബയോളജിയുടെ ഒക്കെ മൈൻഡ് മാപ്പുകൾ കാണാൻ പറ്റും. നിങ്ങൾ നോക്കിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നാലും ജസ്റ്റ് ഞാനൊരു ചാപ്റ്ററിൻ്റെ മൈൻഡ് മാപ്പ് എടുത്ത് കാണിച്ചു തരാം. നോക്കൂ, നമ്മുടെ കെമിസ്ട്രിയിലെ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ മൈൻഡ് മാപ്പാണ്. ഇത് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക, ഇത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുക? മൈൻഡ് മാപ്പ് ഉപയോഗിക്കുന്നത് റിവിഷന് വേണ്ടിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നാളെ ഒരു പരീക്ഷയുണ്ട്, നിങ്ങൾക്ക് സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്നുള്ള ചാപ്റ്റർ റിവൈസ് ചെയ്യണം, അവിടെയാണ് മൈൻഡ് മാപ്പിൻ്റെ റോൾ വരുന്നത്. കാരണം കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ആ ചാപ്റ്ററിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സും കവർ ചെയ്ത് പോകുന്ന രീതിയിൽ, റിവൈസ് ചെയ്ത് പോകുന്ന രീതിയിൽ നമുക്കൊരിക്കലും നമ്മുടെ മെറ്റീരിയൽ വായിക്കാനോ NCERT വായിക്കാനോ നമ്മുടെ നോട്ട് വായിക്കാനോ അല്ലെങ്കിൽ സ്ലൈഡ് ഉപയോഗിക്കാനോ പറ്റില്ല. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൈൻഡ് മാപ്പ് ഉപയോഗിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് റിവൈസ് ചെയ്യാം, പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സ് എല്ലാം ഒന്ന് റിവൈസ് ചെയ്യാം, എന്നിട്ട് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ മെറ്റീരിയൽ ഉപയോഗിക്കുക, സൈലം മെറ്റീരിയൽ ഉപയോഗിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക, ഗംഭീരമായിട്ട് മുന്നോട്ട് പോവുക. ബോർഡ് എക്സാമിനൊപ്പം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. കാണാം.